blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ബുധനാഴ്ചയിൽ എപ്പിസോഡുമായി വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുൻപിൽ സമർപ്പിച്ച ചിലരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആദ്യമേ തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മരുമകൻ ജോസഫ് ജോർജിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു നല്ല ജോലിയും അതിനുള്ള വിസയും ലഭിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അവരുടെ കൊച്ചുമകൾ ഫെബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മെഡിസിന് ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പേര് വെളിപ്പെടുത്താത്ത USA നിന്നുള്ള അടുത്ത വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം അവരുടെ മകളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകട്ടെ, നല്ലൊരു ജോലി ഉണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ എപ്പിസോഡിന്റെ പിറകിൽ പ്രവർത്തിച്ചവരെ ഞങ്ങളിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ പിറകിൽ പ്രവർത്തിച്ചതിന് പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കാൻ. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം നിങ്ങളുടെ മേൽ കർത്താവ് ചൊരിയട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. താൻ പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ഏതാണ്ട് 17 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തനിക്ക് അൾസറിൻ്റെ അസുഖം തുടങ്ങിയ ഒരാളാണ്. ബ്രദറിൻ്റെ ഭാര്യ പറഞ്ഞത്, ഞങ്ങളുടെ വിവാഹം നടന്ന ആ സമയത്തും ഇദ്ദേഹം പറയുമായിരുന്നു വയറുവേദനയുണ്ടെന്ന്. ഏതാണ്ട് 17 വർഷത്തിന് മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. ആ സമയം മുതൽ തനിക്ക് വയറിൽ ശക്തമായ വേദനയും നാവിന്മേൽ കുരുക്കളൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇത് അൾസറിൻ്റെ അസുഖമാണെന്ന് അറിയത്തില്ലായിരുന്നു. നാട്ടുമരുന്നുകളെല്ലാം കഴിച്ച് താൻ വയറുവേദന ശമിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അതിങ്ങനെ വന്ന് ഏതാണ്ട് 1.5 വർഷം മുൻപ് അസഹ്യമായി തീർന്നു. അത് സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ ആയി വന്നപ്പോഴാണ് ഇവർ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. എൻഡോസ്കോപ്പി ചെയ്ത സമയത്താണ് ഇത് അൾസറിൻ്റെ അസുഖമാണ് എന്ന് ഡോക്ടർ പറയുന്നത്. അതുവരെ ഇവർക്ക് അറിയത്തില്ലായിരുന്നു ഇത് അൾസറാണെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. നാട്ടുമരുന്നുകളായിരുന്നു ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കഴിഞ്ഞ തവണത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നത്. ഏതാണ്ട് ജൂൺ ജൂലൈ മാസത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ നമ്മുടെ കഴിഞ്ഞ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നത്. ആ സമയത്ത് തൻ്റെ ഒരു സുഹൃത്ത് തന്നോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഒന്ന് അവിടെ പോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേസമയം തന്നെ തൻ്റെ ഭാര്യയ്ക്ക് ശരീരത്തിൽ ഒത്തിരി നീർക്കെട്ടുകളൊക്കെ ഉള്ള ഒരാളാണ്. ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഭാര്യ സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നത്, ഭാര്യയുടെ അസുഖം സൗഖ്യമാകാൻ വേണ്ടി. പക്ഷെ നടന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ, അന്നത്തെ പ്രാർത്ഥനയിൽ ഡാമിയൻ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു, അൾസർ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രദർ അപ്പോൾ തന്നെ തൻ്റെ കൈകൾ രണ്ടും തൻ്റെ വയറിൽ ചേർത്ത് വെച്ച് ശക്തമായി താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സംഭവിച്ച കാര്യം ബ്രദർ പറഞ്ഞത്, ആ സമയത്ത് തൻ്റെ ശരീരത്തിൽ ശക്തമായൊരു വിറയൽ അനുഭവപ്പെട്ടു എന്നാ പറഞ്ഞത്. ആ സമയത്തും തനിക്ക് വയറിൽ വേദനയുണ്ടായിരുന്നു. ഈ വിറയൽ അനുഭവം കഴിഞ്ഞതിന് ശേഷം തനിക്ക് ആ വയറിൻ്റെ വേദന അവിടെ ഫീൽ ചെയ്തില്ലായിരുന്നു. ആ വേദന പൂർണ്ണമായിട്ടും മാറിപ്പോയിരുന്നു. പക്ഷെ തനിക്കത് മനസ്സിലായില്ല. കാരണം അങ്ങനെ ഒരു സംഭവം താൻ പ്രതീക്ഷിക്കുന്നില്ല. താൻ വീട്ടിൽ പോയി സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ എരിച്ചിലും വേദനയൊക്കെ ഉണ്ടാകും. പക്ഷെ അന്ന് ഇവിടെ നിന്നും പോയതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് വയറിൽ വേദനയോ എരിച്ചിലോ ഒന്നുമില്ലായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഏതാനും ദിവസങ്ങൾ താൻ ശ്രദ്ധിച്ചപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും താൻ കഴിച്ചു. പക്ഷേ ഒരു വേദനയും ഇല്ല, എരിച്ചിലും ഇല്ല, ഒന്നുമില്ല. ഈ ബ്രദർ പറഞ്ഞത്, അന്നത്തെ പ്രാർത്ഥനയിൽ തൻ്റെ അൾസർ പൂർണ്ണമായിട്ടും യേശു കർത്താവ് സൗഖ്യമാക്കി എന്നുള്ളതാണ്. അന്നത്തെ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇന്നിപ്പോൾ 6 മാസത്തോളമായി ഒരു മെഡിസിനും താൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷേ തനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഈ ബ്രദർ പറയുന്നത്. ഒന്ന് കൈകളടിച്ച് കർത്താവിന് ഒരു നന്ദി കൊടുക്കാമോ?
കഴിഞ്ഞ മീറ്റിംഗിൽ വന്നപ്പോൾ എന്താ ബ്രദർ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചത്? ഇങ്ങനെ എൻ്റെ വൈഫിന് ഇങ്ങനെ വർഷങ്ങളായിട്ട് പല അസുഖങ്ങൾ കൊണ്ട് പല ഡോക്ടർമാരെയും കണ്ടു, ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം പോയി, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് തന്നെ ഇവിടെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ ഡാമിയൻ സാറ് ഇവിടുന്ന് അൾസറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഷോക്ക് അടിക്കുന്ന പോലെ ബ്രദർ ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ നിന്ന സ്ഥലത്ത് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നി, ഒരു തരിപ്പ് ശരീരം മൊത്തം ഉണ്ടായി, ഒരു വിറയിൽ പോലെ അനുഭവം. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ബ്രദറിന് അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞിങ്ങനെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം സുഹൃത്ത് എന്നോട് പറഞ്ഞു ആദ്യം നിന്നെ ദൈവം അനുഗ്രഹിച്ചതാണ് എന്ന് പറഞ്ഞു. കയ്യിലടിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തനിക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. തൻ്റെ ജീവിതത്തിൽ ഇനിയും കർത്താവ് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുടുംബമായും ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവിക്കാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് 17 വർഷം അനുഭവിച്ചത് കർത്താവ് ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കിയെങ്കിൽ അതുപോലെ സൗഖ്യങ്ങൾ കർത്താവ് ഈ ഹോളിൽ കർത്താവ് ഇരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. കർത്താവിനെ സൗഖ്യമാക്കുവാൻ കഴിയാത്തതായി യാതൊരു അസുഖവുമില്ലല്ലോ. ഈ സമയത്ത് കർത്താവ് ഈ വ്യക്തി സൗഖ്യമാകുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, അനുഭവമുള്ളവർ ചേർന്ന് പാടാം. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എന്റെ സംഗീതവും ബലവും, ഹല്ലേലൂയ. എന്റെ സംഗീതവും ബലവും, ഏറ്റവും അടുത്ത ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. The first lady of the universe gave her ear to the evil one, and we know what is happening now. ഈ ഭൂമണ്ഡലത്തിലെ ആദ്യത്തെ സ്ത്രീ എന്ന് വിളിക്കപ്പെടുന്ന ബൈബിളിലെ സ്ത്രീ ആദ്യം അവളുടെ ചെവി ഒരു പൈശാചികന്റെ ശബ്ദത്തിന് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. But I will teach you what words you have to say when you hear the evil voice. എന്നാൽ ഇത്തരം പൈശാചിക ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത് അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. You have to say him, അവനോട് നിങ്ങൾ പറയണം, get behind me Satan. സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറയുക. Hallelujah. എന്താ പറയേണ്ടത്? എന്നെ വിട്ടു പോ. സാത്താനെ എന്നെ വിട്ടു പോ. Hallelujah. That is what Jesus spoke. അതാണ് യേശു കർത്താവ് ചെയ്തത്. Satan, get behind me. സാത്താനെ എന്നെ വിട്ടു പോ. Hallelujah. Hallelujah. How many of you learned that? എത്ര പേര് അത് പഠിച്ചു? Now, John the Apostle is hearing some voices that was from the good God. ഇവിടെ യോഹന്നാൻ അപ്പസ്തോലൻ ചില ശബ്ദം കേൾക്കുകയാണ്. അത് കാണാൻ തിരിഞ്ഞപ്പോൾ അതിന്റെ പുറകിൽ ദൈവമാണെന്ന് താൻ തിരിച്ചറിഞ്ഞു. When I turned, I saw 7 golden lampstands. അദ്ദേഹം തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെ താൻ കണ്ടു. Hallelujah. Hallelujah. There are lampstands in heaven. ഓർക്കുക, സ്വർഗ്ഗത്തിൽ നിലവിളക്കുകളുണ്ട്. Number 13, and among the lampstands was someone
like a son of man, dressed in a robe, reaching down to his feet, and with golden sash around his chest. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് Yes. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. Now listen to this. Verse ദയവായി number ശ്രദ്ധിച്ചാലും. 14. The hair on his head was white like wool, as white as snow. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് സമവും. God wants to make some of you strong, bold witnesses of the living God. ദൈവം നിങ്ങളിൽ ചില ആളുകളെ ജീവനുള്ള ദൈവത്തിനു വേണ്ടി ശക്തിയോടെ ഉറപ്പോടെ നിൽക്കുന്ന സാക്ഷികളാക്കി തീർക്കാൻ പോകുകയാണ്. The apostles who saw Jesus had the courage to stand and declare to the whole world about the resurrection of Jesus. ഓർക്കുക, യേശുവിനെ കണ്ട അപ്പസ്തോലന്മാർ അവർ ശക്തിയുക്തം എഴുന്നേറ്റ് ലോകമെമ്പാടും ഭൂമിയുടെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷികളായി മാറി. Hallelujah. Hallelujah. Now, Apostle John is seeing Jesus. ഇപ്പോൾ അപ്പസ്തോലനായ യോഹന്നാൻ യേശുവിനെ കാണുകയാണ്. He had seen Jesus before. അതിനു മുൻപുള്ള കാലഘട്ടത്തിലെ യേശുവിനെ അവൻ കണ്ടിട്ടുണ്ട്. Every day he was seeing Jesus. ആ കാലങ്ങളിൽ എല്ലാ ദിവസവും താൻ യേശുവിനെ More than കണ്ടുകൊണ്ടിരുന്നവനാണ്. 3 years he saw Jesus. ഏതാണ്ട് 3 വർഷത്തിലധികം ദിവസങ്ങൾ അവൻ യേശുവിനെ കണ്ടവനാണ്. He writes later, we touched him, we saw him. അതിനുശേഷം അവൻ എഴുതുകയാണ്, ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ കണ്ടു. So always he was interacting with Jesus. എല്ലായ്പ്പോഴും യേശുവുമായി ഇടപഴകിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അവൻ. But in Patmos he was seeing a different Jesus. എന്നാൽ പത്മോസിൽ വെച്ച് ഏകനായി ആരാധിക്കുന്ന സമയത്ത് അവൻ വളരെ വ്യത്യസ്തനായ ഒരു യേശുവിനെ കാണുകയാണ്. Earlier many times he had seen the eyes of Jesus. അതിനു മുൻപുള്ള ഒത്തിരി പ്രാവശ്യം അവൻ യേശുവിന്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട്. Physical eyes. അവന്റെ ഭൗതികമായ ശാരീരിക കണ്ണുകൾ. Ordinary Jewish man's eye. സാധാരണ ഒരു യഹൂദ പുരുഷന്റെ കണ്ണുകൾക്ക് സമമായ സാധാരണ കണ്ണുകൾ. That day, എന്നാൽ ആ ദിവസം, on the Lord's day, ആ കർത്തൃ ദിവസത്തിൽ as he was worshiping, അവൻ കർത്താവിനെ he was ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, taken up in spirit. അവൻ ആത്മാവിൽ എടുക്കപ്പെട്ടപ്പോൾ He heard some voice. അവൻ ഒരു നാദം ശബ്ദം കേട്ടു. He looked around ആ ശബ്ദം എവിടെന്നറിയാൻ തിരിഞ്ഞു and നോക്കി. he saw Jesus. അപ്പോൾ അവൻ യേശുവിനെ കണ്ടു. Now his eyes are not fleshy eyes. ഇപ്പോൾ അവന്റെ കണ്ണുകൾ സാധാരണ മാംസം കൊണ്ടുള്ള കണ്ണുകളല്ല. It was fiery eyes. പകരം അത് അഗ്നിജ്വാല പോലെ തീഗോളം പോലുള്ള കണ്ണുകളായിരുന്നു. Hallelujah. Hallelujah. The eyes of Jesus will be implanted in your eyes and you are going to see things other people cannot see. ഓർക്കുക, യേശുവിന്റെ തീഗോളം പോലെ അഗ്നിജ്വാല പോലെയുള്ള കണ്ണുകൾ നിന്റെ കണ്ണിനോട് ചേർത്ത് തുന്നി ഇംപ്ലാന്റ് ചെയ്ത് മറ്റൊരു പുതിയ കണ്ണ് നൽകി അവൻ കാണുന്ന കാഴ്ചപ്പാടിൽ ഇനി നീ കാര്യങ്ങളെ, ആളുകളെ കാണുവാനായി പോകുകയാണ്. You are going to see things people cannot see. ജനങ്ങൾ കാണാത്തത് കാണുന്ന കണ്ണുകൾ കർത്താവ് നിനക്ക് നൽകുകയാണ്. In other words, the Lord is going to open your spiritual eyes today. മറ്റൊരു തരത്തിൽ പറഞ്ഞ ദൈവം നിങ്ങളുടെ ആത്മിക കണ്ണുകളെ തുറക്കാൻ പോകുകയാണ്. When people look around, ജനങ്ങൾ നിങ്ങളെ നോക്കുമ്പോൾ they see ordinary things. നോക്ക് സാധാരണ But മനുഷ്യൻ. when you look, എന്നാൽ നിങ്ങൾ കാണുമ്പോൾ, because you have the eyes of Jesus, യേശുവിന്റെ കണ്ണുകൾ നിങ്ങൾക്കുള്ളതുകൊണ്ട് your eyes will see deeper. നിങ്ങളുടെ കണ്ണുകൾ ആഴത്തിലേക്ക് ചിലത് കാണും. Hallelujah. Hallelujah. The Lord will reveal to you things the world cannot see. ഓർക്കുക, ഈ ലോകത്തിന് കാണുവാൻ സാധിക്കാത്ത കാര്യങ്ങളെ ദൈവം തമ്പുരാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് വെളിവാക്കി തരും. Hallelujah. Hallelujah. And in the same chapter, verse number 15, Revelations 1:15, his feet were like bronze glowing in a furnace, and his voice was like the sound of rushing waters. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ തന്നെ 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവന്റെ കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. Hallelujah. So Jesus had fiery eyes, ഓർക്കുക, യേശു കർത്താവിന് അഗ്നിജ്വാലയുടെ കണ്ണുകളുണ്ട്. and he had fiery legs and feet. എന്നു മാത്രമല്ല ചുട്ടു പഴുപ്പിച്ച പോലുള്ള കൈകാലുകളാണ് അവിടെ നാം കാണുന്നത്. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ So പറയും? the resurrected Jesus was different from earthly Jesus. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു ഭൂമിയിൽ ജീവിച്ച യേശുവിനേക്കാൾ വ്യത്യസ്തനായിരുന്നു.
Hallelujah. ഹല്ലേലൂയ. Isaiah 43 verse number 2. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 42-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം. Are you ready? നിങ്ങൾ തയ്യാറാണോ? When you pass through the waters, it will not be, I will be with you. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. You may be going through some experiences where you think that you'll be drowned in the water, but the Lord says, I will be with you. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, ഈ വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുമെന്ന്. പക്ഷെ കർത്താവ് പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ നീ മുങ്ങിപ്പോകില്ല മോനെ മോളെ. And when you pass through the rivers, they will not sweep over you. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിഞ്ഞൊഴുകുകയില്ല. When you walk through the fire, you will not be burned, the flames will not set you നീ ablaze. തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. Hallelujah. ഹല്ലേലൂയ. That is a wonderful promise the Lord is giving to each child of His. ഓരോ ദൈവ പൈതലിനും കർത്താവ് കൊടുക്കുന്ന മനോഹരമായ ഒരു വാഗ്ദാന വചനമാണ് ഈ കാര്യം എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. You may have such experiences of going through water, going through fire. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതുപോലെ തന്നെ ജീവിതത്തിലെ വെള്ളം പോലെ അഗാധ പ്രവാഹങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തീ പോലുള്ള പ്രശ്നങ്ങളിലൂടെ വെന്തുരുകി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. But let me tell you, the God the Father says, എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വർഗീയ പിതാവ് നിങ്ങളോട് പറയുന്നു, He will be with you. അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. Shout a big hallelujah. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയേ? Many years back, ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് 3 young Hebrew boys were put in a furnace. 3 യൗവനക്കാരനായ എബ്രായ ബാലന്മാർ ഒരു തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടിരുന്നു. Do you know what happened? എന്താണ് അവർക്ക് സംഭവിച്ചെന്നറിയാമോ? As they were going down through the fire, അവർ ആ തീച്ചൂളയ്ക്കകത്തേക്ക് വീണപ്പോൾ a 4th man joined with them in the group. അവരുടെ ഗ്രൂപ്പിലേക്ക് 4-ാമനായ ഒരു വ്യക്തി കൂടെ ആ തീച്ചൂളയ്ക്കകത്ത് പങ്കുചേർന്നു. I am announcing to all children of God here. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും ഒരു വാർത്ത ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. When somebody throws you into fire, another person will join with you in the journey. ഓർക്കുക, മനുഷ്യർ നിങ്ങളോട് വിരോധമുള്ള വ്യക്തികൾ നിങ്ങളെ ഒരു തീച്ചൂളയ്ക്ക് സമാനമായ പ്രശ്നത്തിനകത്തേക്ക് വലിച്ചിടുമ്പോൾ ഓർക്കുക, 4-ാമനെ പോലെ ഒരുവൻ ആ തീച്ചൂളയ്ക്കകത്ത് നിങ്ങളോടൊപ്പം ഇറങ്ങി വന്നിരിക്കും. Some people cheated you. ഒരുപക്ഷെ ചില ആളുകൾ നിങ്ങളെ വഞ്ചിച്ചിരിക്കാം. Some people deceived you. നിങ്ങളെ ഒരുപക്ഷെ ചതിച്ചു കാണാം. And you are in a furnace like experience നിങ്ങൾ today. ഇപ്പോൾ തീച്ചൂള പോലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. But this God is also with you. എന്നാൽ ഈ പറഞ്ഞ ദൈവം ആ തീച്ചൂളയ്ക്കകത്തും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. Hallelujah. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയേ? Daniel 3:25 says, ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ the വചനത്തിൽ 4th man looked like the Son of God. 4-ാമനെ പോലെ കണ്ട വ്യക്തി അവൻ ദൈവപുത്രനെ പോലെയായിരുന്നു. Hallelujah. ഹല്ലേലൂയ. So everyone who is passing through some troubles in your life, എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. the flames of trouble will never harm you or burn you. ഓർക്കുക, പ്രശ്നങ്ങളുടെ ജ്വാലകൾക്ക്, തീ ജ്വാലകൾക്ക് നീ ഒരു ദൈവ പൈതലാണെങ്കിൽ അതിനെ ഒരിക്കലും നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ദഹിപ്പിച്ചു കളയുവാൻ സാധ്യമല്ല. Daniel 3:25 says, he said, look, I see 4 men walking around in the fire. Listen to this. Unbound and unharmed. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ. I see 4 men walking around in the fire, unbound and unharmed. ഇംഗ്ലീഷ് ഭാഷയിൽ വരുമ്പോഴത്തേനും നമുക്കത് കാണാൻ സാധിക്കുന്നത് 4 പുരുഷന്മാർ
കെട്ടഴിഞ്ഞ് തീയിലൂടെ നടക്കുന്നത് കാണുന്നു. When you are put in the fire, നിങ്ങൾ തീക്കകത്തേക്ക് നിങ്ങളെ ഇടുമ്പോൾ no bondage can stand in your life. ഓർക്കുക, ഒരു ബന്ധനങ്ങൾക്കും പിന്നെ അവിടെ നിൽക്കാൻ സാധ്യമല്ല. In the fire, you are let loose. ഓർക്കുക, തീക്കകത്ത് ബന്ധനങ്ങളെല്ലാം പൊട്ടി നിങ്ങൾ സ്വതന്ത്രമാകും. Hallelujah. Hallelujah. Today, that is what I prophesy over you. ഇതാണ് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നത്. You may be going through severe trials in your life. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുകയായിരിക്കാം. But it will never harm you. എന്നാൽ അതൊരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. You may think that this is your crematorium. നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതാണ് നിങ്ങളുടെ അവസാനത്തെ ചിത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. Let me tell you, the crematoriums, the fire cannot harm you. Not only that, all your chains, all your shackles and all your bondages will be broken and you will be free moving around in the fire. ഓർക്കുക, ഈ പ്രശ്നങ്ങൾ നിന്റെ ചിതയല്ല, പകരം ഇതിനകത്തുള്ള നിൽക്കുമ്പോൾ നിന്റെ കയറുകൾ, നിന്റെ ബന്ധനങ്ങൾ, സകല കാര്യങ്ങളും ഈ തീക്കകത്ത് കെട്ട് അഴിഞ്ഞ് കത്തി ചാമ്പലായി നീ സ്വതന്ത്രനാകുകയാണ് ചെയ്യുന്നത്. Hallelujah. Hallelujah. All because of an extraordinary supernatural guy joined the group. ഓർക്കുക, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, അമാനുഷികനായിട്ടുള്ള വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ കൂട്ടത്തിൽ വന്ന് ചേർന്നതുകൊണ്ടാണ്. God, who is a consuming fire, is in your team. ഓർക്കുക, ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം തമ്പുരാൻ നിന്റെ ടീമിനകത്തുണ്ട്. Hallelujah. Hallelujah. Because of his presence, അവന്റെ സാന്നിധ്യം നിമിത്തം, because of the presence of the heavenly fire, സ്വർഗീയമായ തീയുടെ സാന്നിധ്യം നിമിത്തം no fire of this world can harm you. ഓർക്കുക, ഈ ലോകത്തിന്റെ തീക്ക് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. No weapon formed against you shall prosper. നിനക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന ഒരു ആയുധവും അത് ഫലിക്കയില്ല. No furnace can stand against you. ഒരു തീജ്വാലയ്ക്കും നിന്നെ ദഹിപ്പിക്കാൻ സാധ്യമല്ല. Nothing in this world can harm you. ഈ ലോകത്തിനുള്ള ഒന്നിനും നിനക്കൊരു ഹാനിയും വരുത്താൻ സാധ്യമല്ല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് ആയിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുട്ടുമടക്കിയിട്ടുള്ള പല കുടുംബങ്ങളുണ്ട് കർത്താവെ. ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ട് കർത്താവെ. അവർ ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ. ഇപ്പോൾ അത്ഭുതകരമായ ഒരു വിടുതൽ ആ കാര്യത്തിൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഹോസ്പിറ്റൽ കേസുകളിൽ കർത്താവിൻ്റെ കരം ഇപ്പോൾ വരുന്നതായി കാണുന്നു. ICUവിൽ നിന്ന് ആ രോഗികൾ പുറത്തേക്ക് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ചില രോഗികൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കാനായി തുടങ്ങിയാലും താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ തൊണ്ടയുടെ ഈ ഭാഗത്ത് വല്ലാത്ത കരകരപ്പുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് അതുപോലുള്ള ശബ്ദമാണ്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആ ഭാഗത്ത് എന്താ പറയുക, ചൊറിയുന്നത് പോലെ ഇച്ചിങ് ഫീലിംഗ് ഉള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികളിൽ സൗഖ്യം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എപ്പോഴും തലചുറ്റുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. കർത്താവ് ഈ സമയത്ത് അങ്ങയുടെ കരം ആ വ്യക്തിയുടെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശാന്തമ്മ എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുകയാണ്. ചില സാമ്പത്തിക കാര്യങ്ങളുടെ മുൻപിൽ ഏത് തീരുമാനം എടുക്കണം എന്നറിയാതെ നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ യേശു കർത്താവ് നിങ്ങളുടെ കൈക്ക് പിടിച്ച് എങ്ങോട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആ വഴിക്ക് കർത്താവ്
നിങ്ങളെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ആ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ വല്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ 1ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ മറ്റോ ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. പക്ഷേ അതിനിടയിൽ തന്നെ ഇത് പിരിഞ്ഞു പോകണമോ എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് അങ്ങയുടെ വചനം പറയുന്നത് കൊണ്ട് കർത്താവെ, ഇപ്പോൾ തന്നെ ആ കുടുംബജീവിതത്തിനകത്തേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. 3ാമനായി അങ്ങയുടെ സാന്നിധ്യത്താൽ അവരെ അങ്ങ് യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുടുംബ പ്രശ്നമുള്ള പലരുടെയും കാര്യത്തിൽ കർത്താവ് ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ചില ദുശീലങ്ങളുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ വിടുവിക്കുകയാണ്. പുകവലിയുടെ ദുശീലമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ ദുശീലമായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പ്രേക്ഷകരെ ഒന്നടങ്കം ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുവാനായിട്ട് മറക്കരുത്. ആറ്റിങ്കലാണ് ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ, ശനിയാഴ്ച മുണ്ടക്കയത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാം നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വലിയ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.